ഓക്കെ. അപ്പോൾ ഇന്ന് നമുക്ക് പേജ് നമ്പർ 28. ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് പേജ് നമ്പർ 28. ശ്രദ്ധിക്കണേ, നമുക്ക് വായിക്കാം. ഇങ്ങനെ ഉണ്ട് നോക്കാം നമുക്ക് കഥ അല്ലേ. എന്താണ് പേര്? കുഞ്ഞിക്കിളിയുടെ ടാറ്റ അല്ലേ? കുഞ്ഞിക്കിളിയുടെ ടാറ്റ അല്ലേ? ടാറ്റ പറയാറില്ലേ എല്ലാരും? ടാറ്റ പറഞ്ഞറിയില്ലേ? അല്ലേ? ടാറ്റ പറയാറുണ്ട് എല്ലാവരും. അപ്പോ കിളിയോടും ഒക്കെ നമുക്ക് സ്നേഹം ഉണ്ടാവണം. ആരെയും ഉപദ്രവിക്കാൻ പാടില്ല നമ്മളല്ലേ. നമ്മളെ പോലെ തന്നെയാണ്, മനുഷ്യരെ പോലെ തന്നെയാണ് മൃഗങ്ങളല്ലേ. അതുപോലെ പക്ഷികളെ ആരെയും നമ്മള് ഉപദ്രവിക്കാൻ പാടില്ല. ഓക്കെ. അപ്പൊ ഇതിന്റെ പേര് കുഞ്ഞിക്കിളിയുടെ ടാറ്റ. മിസ് വായിക്കാം, എല്ലാവരും നോക്കണേ. ഇത് കുറച്ച് ഒരു കഥ പോലെ പഠിക്കാൻ വേണ്ടി കേട്ടോ. നിങ്ങൾ ഇത് എഴുതാനൊന്നും പഠിക്കാനൊന്നുമില്ല. വായിക്കാതെ കേൾക്കോ നിങ്ങൾ. നേരം പരവരാ വെളുത്തു. കണ്ണു തുറന്നതും കുഞ്ഞിക്കിളിക്ക് വിശക്കാൻ തുടങ്ങി. അമ്മേ, വേഗം എനിക്കെന്തെങ്കിലും ആഹാരം താ, ഞാനിപ്പോ വിശന്ന് ചാകും. കുഞ്ഞിക്കിളി കരയാൻ തുടങ്ങി. മോള് കരയണ്ടേട്ടാ, അമ്മ ഇപ്പൊ തന്നെ പുറത്തു പോയി ആഹാരം കൊണ്ടുവരാം. പുറത്തു പോകാൻ ഒരുങ്ങുന്നതിനിടെ അമ്മക്കിളി പറഞ്ഞു. അപ്പോ ഇന്നും ഞാൻ കൂട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കാനോ? കുഞ്ഞിക്കിളി ചോദിച്ചു. മോള് പേടിക്കാതെ, അമ്മ വേഗം ഇങ്ങ് വരും, അമ്മക്കിളി സമാധാനിപ്പിച്ചു. അമ്മക്കിളി പറന്നു പോകുന്നത് കുഞ്ഞിക്കിളി നോക്കി നിന്നു. അവൾ കൊക്കിനോടൊപ്പം കയ്യും പുറത്തിട്ട് അമ്മക്കിളിക്ക് നേരെ കൈ വീശി കാണിച്ചു. ടാറ്റാ അല്ലെ. ആ സമയത്താണ് കുസൃതിക്കുട്ടികളായ ദീപുവും കൂട്ടുകാരും അരയാലിന് ചുവട്ടിലെത്തിയത്. നിങ്ങൾ കുഞ്ഞിക്കിളീനെ കാണുന്നുണ്ടോ? പിക്ചറിൽ കാണുന്നുണ്ടോ കിളീനെ? ഓക്കെ, എവിടെയുണ്ട് അല്ലെ നമ്മുടെ പിക്ചറിൽ? അപ്പോ ആ സമയത്ത് അമ്മ പുറത്തു പോയി അല്ലേ തീറ്റയ്ക്ക്. അപ്പൊ ആ സമയത്താണ് കുസൃതിക്കുട്ടികളായ, കുസൃതിക്കുട്ടികൾ പറഞ്ഞാരാ? കുരുത്തക്കേടുള്ളവരല്ലേ. ആരെപ്പോലെ? നിങ്ങളെ പോലെയാണോ? കുരുത്തക്കേടില്ലേ നിങ്ങൾക്ക്? ഇല്ല, നല്ല മക്കളാണോ? അല്പം കുരുത്തക്കേട് ഉണ്ടാവും അല്ലെ കുഞ്ഞു കുട്ടികൾക്ക്. അപ്പോ എന്താണ് കുസൃതിക്കുട്ടികളായ എന്നാ പറഞ്ഞത് അല്ലെ. കുസൃതിക്കുട്ടികളായ ദീപവും കൂട്ടുകാരും അരയാലിന് ചുവട്ടിലെത്തിയത്. നോക്കടാ, ആ കൂട്ടിൽ നിന്നും ഒരു കിളി പറന്നു പോകുന്നു. ചിഞ്ചു മുകളിലേക്ക് നോക്കി പറഞ്ഞു. കൂട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കിയ മിന്നു വിളിച്ചു കൂവി. ആ കൂട്ടിൽ ഒരു കിളി കൂടിയുണ്ട്, അതിന്റെ കൊക്ക് പുറത്ത് കാണുന്നു. നമുക്കതിനെ പിടിച്ചാലോ? ചിഞ്ചു ചോദിച്ചു. ഞാൻ അരയാലിൽ കയറി അതിനെ പിടിക്കാം. പറഞ്ഞു കഴിഞ്ഞതും ദീപു അരയാലിന് മുകളിലെത്തി. കുസൃതി കൈകൊണ്ട് കൂട് അടർത്തിയെടുത്ത് അവൻ താഴെ ഇറങ്ങി. കുഞ്ഞിക്കിളി പേടിച്ച് വിറച്ച് കരയാൻ തുടങ്ങി അല്ലെ. കുഞ്ഞിക്കിളിക്ക് പേടിയായി, പേടിച്ച് വിറച്ച് കരയാൻ തുടങ്ങി. കിളിക്കൂടുമായി ദീപുവും കൂട്ടുകാരും വീട്ടിലെത്തി. ആ സമയത്താണ് അമ്മക്കിളി ആഹാരവുമായി തിരിച്ചെത്തിയത്. അമ്മക്കിളി നോക്കുമ്പോൾ കൂടുമില്ല, കുഞ്ഞുമില്ല. അമ്മക്കിളി മോളെ വിളിച്ച് നെഞ്ചിലിടിച്ച് കരഞ്ഞു അല്ലേ. മോളേന്ന് വിളിച്ച് നെഞ്ചിലിടിച്ച് കരഞ്ഞു. പാത്രമെടുക്കാൻ മുറ്റത്തിറങ്ങിയ അമ്മ ദീപുവിനെയും കൂട്ടുകാരെയും കണ്ടു. അവർ എന്തോ ഒളിച്ചു വെക്കാൻ നോക്കുന്നതായി അമ്മയ്ക്ക് തോന്നി. എന്താടാ അത്? അമ്മ ചോദിച്ചു. അത് ഒന്നുമില്ല, ദീപു പറഞ്ഞു. അമ്മ അടുത്തു വന്നു. ഓഹോ, ഒരു കിളിക്കൂടോ? കിളിയുമുണ്ടല്ലോ. ദീപു, ഇതിനെ എവിടുന്നാ കിട്ടിയത്? ചോദിച്ചു അല്ലേ അമ്മ. ആ ആൽമരത്തിൽ നിന്ന്, ചിഞ്ചു പറഞ്ഞു. വേഗം പോയി അത് അവിടെ തന്നെ വെക്ക്, അമ്മ കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു. എന്തിനാ അമ്മേ? ഇത് ഞങ്ങൾക്ക് കളിക്കാനുള്ളതാ, ദീപു പതുക്കെ പറഞ്ഞു. ദീപു, നിന്നെ കാണാതായാൽ അമ്മയ്ക്ക് എത്ര വിഷമം ഉണ്ടാകും. അതുപോലെ തന്നെയാ അതിന്റെ അമ്മയും. അതിന്റെ അമ്മ അതിനെ തിരയുന്നുണ്ടാകും. ശരിയാ, നമുക്കതിനെ അവിടെ തന്നെ വെക്കാം, മിന്നു പറഞ്ഞു. 3 പേരും കൂടി ആൽമരത്തിനടുത്തെത്തി. ദീപു മരത്തിന് മുകളിൽ കയറി. കൂട് മരത്തിന് മുകളിൽ വെച്ചു. ഇതെല്ലാം കണ്ടു നിന്ന അമ്മക്കിളിക്ക് സന്തോഷമായി. അത് കൂട്ടിലേക്ക് പറന്നു. അമ്മ അടുത്തെത്തിയപ്പോൾ കുഞ്ഞിക്കിളി സന്തോഷത്തോടെ കയ്യും കൊക്കും പുറത്തിട്ടു. ദീപുവിനും കൂട്ടുകാർക്കും നേരെ കൈവീശിക്കൊണ്ട് കുഞ്ഞിക്കിളി പറഞ്ഞു ടാറ്റ അല്ലെ. അതാണ് കഥ. കുഞ്ഞിക്കിളിയുടെ ടാറ്റ. എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? ആ കിളിക്കുഞ്ഞിനെ എടുത്തിട്ട് ദീപു പോയി അല്ലെ, ദീപുവും കൂട്ടുകാരും. പക്ഷെ അമ്മയ്ക്ക് സങ്കടാവില്ലേ? ഇപ്പൊ നിങ്ങളുടെ അമ്മ പുറത്തു പോയി വീട്ടിലെത്തുമ്പോഴേക്ക് നിങ്ങളില്ലെങ്കിൽ സങ്കടാവില്ലേ അല്ലേ? അപ്പൊ ഇനി പക്ഷിക്കൂടൊക്കെ കണ്ടാൽ നിങ്ങൾ എടുക്കരുത് കേട്ടോ.
അപ്പൊ അതിന്റെ അമ്മയ്ക്ക് സങ്കടാവും അല്ലേ, എന്റെ കുഞ്ഞിനെയും കുഞ്ഞിനെയൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് സങ്കടാവും അല്ലേ. അപ്പോ നിങ്ങൾ മൃഗങ്ങളെയും ഒക്കെ സ്നേഹിക്കണം എന്നർത്ഥാണ് കേട്ടോ, ആരെയും ഉപദ്രവിക്കരുത്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി അത് മിസ് വായിക്കാം, 2 പ്രാവശ്യം വായിക്കാം. അപ്പൊ കഥ നിങ്ങൾ ശ്രദ്ധിക്കണേ, കാണാതെ പഠിക്കോ, കുറെ പ്രാവശ്യം വായിച്ചേ കേട്ടോ. അപ്പോ കുഞ്ഞിക്കിളിയുടെ ടാറ്റ. നേരം പരപരാ വെളുത്തു. നേരം പരപരാ വെളുത്തു പറഞ്ഞ എന്താണ്, നേരം പുലർന്നു അല്ലേ, പുലർന്നു വരുന്നു. കണ്ണു തുറന്നതും കുഞ്ഞിക്കിളിക്ക് വിശക്കാൻ തുടങ്ങി അല്ലേ. നിങ്ങൾ രാവിലെ എങ്ങനെയാ കണ്ണെല്ലാം ഇങ്ങനെ തിരുമ്മി തിരുമ്മി വരൂ അല്ലേ, എങ്ങനെയാ എഴുന്നേക്കുക നിങ്ങള്, കുഞ്ഞുമക്കൾ എങ്ങനെയാ എഴുന്നേക്കുക, ഓ കണ്ണെല്ലാം തിരുമ്മി ഇങ്ങനെ വെളിഞ്ഞിട്ട് എഴുന്നേറ്റ് വരും അല്ലേ, ഉറക്കൊന്നും തെളിയാതെ ഇങ്ങനെ വരും. എന്നിട്ടോ അപ്പൊ കണ്ണു തുറന്നതേ ഉള്ളൂ, കുഞ്ഞിക്കിളിക്ക് എന്താണ്, വിശക്കാൻ തുടങ്ങി. എന്നാൽ നിങ്ങൾ അമ്മയെ വിളിച്ചിട്ടാ വരുവാ അല്ലേ, അയ്യോ എനക്ക് വെള്ളം വേണം, ചായ വേണം അല്ലെ, അപ്പം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അതുപോലെ കുഞ്ഞിക്കിളി എന്ത് പറഞ്ഞു, കണ്ണ് തുറന്നതേ ഉള്ളൂ കുഞ്ഞിക്കിളി, എന്നിട്ട് എന്ത് പറഞ്ഞു, വിശക്കാൻ തുടങ്ങിയല്ലേ കുഞ്ഞിക്കിളിക്ക്, എന്നിട്ട് എന്ത് പറഞ്ഞു, അമ്മേ വേഗം എനിക്ക് എന്തെങ്കിലും ആഹാരം താ പറഞ്ഞു അല്ലെ. എണീച്ച് കണ്ണ് തുറന്നവാടും പറഞ്ഞു. അപ്പൊ നിങ്ങൾ സാധാരണ എഴുന്നേൽക്കുമ്പോ ഏകദേശം അമ്മ ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അല്ലെ, ചായക്കടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് വിളിക്കും മോളെ അല്ലെ, മോനെ വാ എഴുന്നേക്ക്, ചക്കരേ കട്ടേ പൊന്നെ എന്നൊക്കെ വിളിക്കും അല്ലെ. അതേപോലെ അല്ല, ഇവിടെ ആദ്യം കുഞ്ഞിക്കിളി എഴുന്നേറ്റു, അപ്പോ എല്ലാം ഉണ്ടാക്കുന്നത്രല്ലേ കിട്ടുന്നത്രല്ലേ അവർക്ക് പുറത്തു പോയി. അപ്പോ അമ്മേ വേഗം എനിക്ക് എന്തെങ്കിലും ആഹാരം താ, അപ്പൊ ഞാനിപ്പോ വിശന്ന് ചാവും അല്ലെ, നമ്മൾ അങ്ങനെയാ പറയാ, വിശന്ന് ചാവും. അപ്പൊ വിശന്ന് ചാവും എന്ന അർത്ഥത്തിൽ പറയുന്നല്ലേ. കുഞ്ഞിക്കിളി എന്ത് ചെയ്തു, കരയാൻ തുടങ്ങി. മോള് കരയണ്ടാട്ടോ, അമ്മ ഇപ്പൊ തന്നെ പുറത്തു പോയി ആഹാരം കൊണ്ടുവരാം. പുറത്തു പോകാൻ ഒരുങ്ങുന്നതിനിടെ അമ്മക്കിളി പറഞ്ഞു അല്ലെ. നിങ്ങൾ ആരും കരയാറില്ലേ, വിശന്നിട്ട് കരയുന്നില്ലേ നിങ്ങള്, ഉണ്ടോ? ഓക്കെ, സമയത്തായാലും കരയുന്നുണ്ട് അല്ലേ, ആരും ഇപ്പൊ ഇല്ലാന്നാ പറയുന്നത്, ഇല്ല. ഞാൻ കേൾക്കാറുണ്ട്, നമ്മളെ എന്റെ വീട്ടിലെടുത്തില്ല കുഞ്ഞുമക്കളെല്ലാം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും വിശക്കുമ്പോ, ഈ അമ്മേനൊക്കെ എന്തെങ്കിലും അപ്പം വേണം എന്നെല്ലാം പറഞ്ഞ് കരയുന്നേ ഞാൻ കേൾക്കാറുണ്ട് അല്ലേ. ഇല്ലേ ഗോഡ്വിൻ, കരയാറില്ല, ഇങ്ങനെ ചിണുങ്ങി കരയൂ അല്ലേ. അപ്പോ അങ്ങനെ പറഞ്ഞു, മോള് കരയണ്ടട്ടോ, അമ്മ ഇപ്പൊ തന്നെ പുറത്തു പോയി ആഹാരം കൊണ്ടുവരാം. പുറത്തു പോകാൻ ഒരുങ്ങുന്നതിനിടെ അമ്മക്കിളി പറഞ്ഞു. അപ്പോ ഇന്നും ഞാൻ കൂട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കാനോ, അപ്പൊ അമ്മയും കുഞ്ഞുവേ ഇല്ല അവിടെ അല്ലേ. അപ്പോ കുഞ്ഞിന് പേടിയായി, എന്ത്, അമ്മ ഇപ്പൊ ആഹാരം തേടാൻ പോകുന്ന സമയത്ത് ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണമെന്ന് പേടിയായി അല്ലേ ആലോചിച്ചിട്ട്. അപ്പോ ഇന്നും ഞാനിവിടെ ഒറ്റയ്ക്ക് നിൽക്കണോന്ന് ചോദിച്ചു, നിൽക്കാനോ, കുഞ്ഞിക്കിളി ചോദിച്ചു. മോള് പേടിക്കാതെ, അമ്മ വേഗം ഇങ്ങ് വരും അല്ലെ, മക്കള് പേടിക്കൊന്നും വേണ്ട, ഞാൻ വേഗം ഇങ്ങ് വരും, വേഗം ഓടി വരാന്ന് പറഞ്ഞു അമ്മ. അമ്മക്കിളി സമാധാനിപ്പിച്ചു. അമ്മക്കിളി പറന്നു പോകുന്നത് കുഞ്ഞിക്കിളി നോക്കി നിന്നു അല്ലെ. അമ്മക്കിളി പറന്നു പോകുന്നത് അമ്മ എവിടെയെങ്കിലും പോകാനിറങ്ങുമ്പോൾ നിങ്ങൾ നോക്കാറില്ലേ, ടാറ്റയൊക്കെ പറഞ്ഞു വിടൂ അല്ലെ. അതുപോലെ കുഞ്ഞിക്കിളി നോക്കി നിന്നു. അവൾ കൊക്കിനോടൊപ്പം കയ്യും പുറത്തിട്ടു അല്ലെ. അമ്മക്കിളിക്ക് നേരെ കൈ വീശി കാണിച്ചു. എന്താ പറഞ്ഞത്, ടാറ്റ. എങ്ങനെ ടാറ്റ പറയൂ നിങ്ങള്, ആർക്കും അറിയില്ല ടാറ്റ പറയാനൊന്നും, ഓക്കെ അറിയാല്ലേ. അപ്പോ ടാറ്റ പറഞ്ഞു അല്ലെ. ആ സമയത്താണ് കുസൃതി കുട്ടികളായ ദീപുവും കൂട്ടുകാരും മലയാളിന് ചുവട്ടിലെത്തിയത് അല്ലെ. കുസൃതി കുട്ടികളായ ദീപുവും പിന്നാരി കൂട്ടുകാരും അല്ലെ, കുറെ കൂട്ടുകാരുണ്ട്. അവരൊക്കെ എവിടെ എത്തി, മലയാളിന് ചുവട്ടിലെത്തി അല്ലേ. അപ്പൊ കുസൃതി കുട്ടികളാണ് അവര് കുരുത്തക്കേടൊക്കെ കാണിക്കും അല്ലെ. നോക്കടാ, ആ കൂട്ടിൽ നിന്നും ഒരു കിളി പറന്നു പോകുന്നു. ചിഞ്ചു മുകളിലേക്ക് നോക്കി പറഞ്ഞു. എന്താ പറഞ്ഞ, നോക്കടാ, ആ കൂട്ടിൽ നിന്ന് ഒരു കിളി പുറത്തേക്ക് പറന്നു പോകുന്നു അല്ലെ. ചിഞ്ചു മുകളിലേക്ക് നോക്കി പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഭാഗം? കൂട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കിയ മിന്നു വിളിച്ചു കൂവി. എന്താ വിളിച്ചു കൂവിയത്, ആ കൂട്ടിൽ ഒരു കിളി കൂടിയുണ്ട്, അതിന്റെ കൊക്ക് പുറത്ത് കാണുന്നു അല്ലെ. ഒരാള് പുറത്തു പോയിട്ടുണ്ട്, അപ്പൊ ഒന്ന് ഒറ്റക്കാണ് അവിടെ ഉള്ളത്, ഒരു കുഞ്ഞിക്കിളി ഒറ്റക്കാണ് അവിടെ ഉള്ളതെന്ന് പറഞ്ഞു. നമുക്കതിനെ പിടിച്ചാലോ, ചിഞ്ചു ചോദിച്ചു അല്ലെ. നിങ്ങളായാലും
കിളീനെ കാണുമ്പോ അല്ലെങ്കിൽ പൂമ്പാറ്റിനെ കാണുമ്പോ ഒക്കെ നിങ്ങളെ പിടിക്കാൻ പോകും അല്ലേ? അങ്ങനെ പോയി. അപ്പൊ നമുക്കതിനെ പിടിച്ചാലോ? ചിഞ്ചു ചോദിച്ചു. ഞാൻ അരയാലിൽ കയറി അതിനെ പിടിക്കാം. പറഞ്ഞു കഴിഞ്ഞതും ദീപു അരയാലിന് മുകളിലെത്തി. അല്ലേ? അരയാലിന് മുകളിൽ കയറി ആ കുഞ്ഞിക്കിളിയെയും കൂടിനെയും പിടിച്ചു. അല്ലേ? കുസൃതി കൈകൊണ്ട് കൂട് അടർത്തിയെടുത്ത് അവൻ താഴെ ഇറങ്ങി. അല്ലേ? കുസൃതി കൈകൊണ്ട് കൂട് അടർത്തിയെടുത്ത് അവൻ താഴെ ഇറങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? കുഞ്ഞിക്കിളി പേടിച്ച് വിറച്ച് കരയുന്നു. കുഞ്ഞിക്കിളിക്ക് പേടിയായി അല്ലേ? പിടിച്ചെടുക്കുമ്പോ അവർക്ക് പേടിയായി. കിളിക്കൂടുമായി ദീപവും കൂട്ടുകാരും വീട്ടിലെത്തി. ആ സമയത്താണ് അമ്മക്കിളി ആഹാരവുമായി തിരിച്ചെത്തുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ കഥ? നിങ്ങൾ കഥ പറയണേ. ആ സമയത്താണ് എന്ത് കുഞ്ഞിക്കിളി അല്ല അമ്മക്കിളി ആഹാരവുമായി തിരിച്ചെത്തിയത്. അമ്മക്കിളി നോക്കുമ്പോൾ കൂടുമില്ല കുഞ്ഞുമില്ല. അല്ലേ? എന്തൊരവസ്ഥയാണ്. അമ്മ വീട്ടിലെത്തുമ്പോ കുഞ്ഞുമില്ല കൂടുമില്ല ഒന്നുമില്ല അല്ലേ? ആകെ സങ്കടായി അമ്മയ്ക്ക്. അമ്മക്കിളി മോളെ വിളിച്ച് നെഞ്ചിലിടിച്ച് കരഞ്ഞു അല്ലേ? കരയുമ്പോ എങ്ങനെയാ കരയുക? നെഞ്ചത്തടിച്ച് കരയൂ അല്ലേ? പാത്രമെടുക്കാൻ മുറ്റത്തിറങ്ങിയ അമ്മ ദീപുവിനെയും കൂട്ടുകാരെയും കണ്ടു. അവർ എന്തോ ഒളിച്ചു വെക്കാൻ നോക്കുന്നതായി അമ്മയ്ക്ക് തോന്നി അല്ലേ? നിങ്ങളായാലും അങ്ങനെയല്ലേ? എന്തെങ്കിലും ചെറിയ കള്ളത്തരം ചെയ്തു കഴിഞ്ഞാല് ഇങ്ങനെ ഒരു കള്ളത്തരം കളി കളിച്ചുകൊണ്ടിരിക്കും അല്ലേ? ഇതെന്തോ തെറ്റാന്നുള്ളൊരു ബോധ്യം വരുമ്പോ എന്ത് ചെയ്യും? കള്ളത്തരം എന്തോ നമ്മളെ കാണുക വലിയ മുതിർന്നവരെ കാണാത്ത വിധത്തിൽ ഒളിപ്പിച്ചൊളിപ്പിച്ച് വെക്കും. അപ്പൊ അമ്മയ്ക്ക് മനസ്സിലായി എന്തോ ഇവര് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താടാ അത്? അമ്മ ചോദിച്ചു. അത് അല്ലേ ഒന്നിങ്ങനെ പരിങ്ങിട്ടാ പറയുന്നത്. അത് ഒന്നുമില്ല ദീപു പറഞ്ഞു. അമ്മ അടുത്ത് വന്നു. ഓഹോ ഒരു കിളിക്കൂടോ എന്ന് ചോദിച്ചു. ഓഹോ ഒരു കിളിക്കൂടാണോ എന്ന് ചോദിച്ചു. കിളിയുണ്ടല്ലോ ദീപു എന്ന് പറഞ്ഞു. ഇതിനെ എവിടുന്നാ കിട്ടിയത് ചോദിച്ചു. ആ ആൽമരത്തിൽ നിന്ന് ചിഞ്ചു പറഞ്ഞു. അല്ലേ? ആ ആൽമരത്തിൽ നിന്നാണ് കിട്ടിയത് എന്ന് ചിഞ്ചു പറഞ്ഞു. അപ്പൊ വേഗം പോയി അത് അവിടെ തന്നെ വെക്ക്. അമ്മ കണ്ണുരുട്ടിക്കൊണ്ട് അമ്മ ദേഷ്യത്തിൽ പേടിപ്പിച്ചോണ്ട് പറഞ്ഞു. എന്ത്? വേഗം പോയി അതിനെ അവിടെ തന്നെ കൊണ്ടുവെക്ക് എന്ന് പറഞ്ഞു. എന്തിനാ അമ്മേ? ഇത് ഞങ്ങൾക്ക് കളിക്കാനുള്ളതാ ദീപു പതുക്കെ പറഞ്ഞു. ദീപു നിന്നെ കാണാതായാൽ അമ്മയ്ക്ക് എത്ര വിഷമം ഉണ്ടാവും മനസ്സിലായോ? അത് അപ്പോ നിന്നെ കാണാതായാല് ദീപുവിന്റെ അമ്മ പറയാണ് ദീപുവിനോട് എന്ത്? നിന്നെ കാണാതായാല് അമ്മയ്ക്ക് എത്ര വിഷമം ഉണ്ടാകും. അതുപോലെ തന്നെയാണ് അതിന്റെ അമ്മയും. അല്ലേ? അതുപോലെ തന്നെയാണ് അതിന്റെ അമ്മയും. അതിന്റെ അമ്മ അതിനെ തിരിയുന്നുണ്ടാവും അല്ലേ? എത്ര വിഷമമായിരിക്കും എന്ന് പറഞ്ഞു. ശരിയാ, നമുക്ക് അതിനെ അവിടെ തന്നെ വെക്കാം മിന്നു പറഞ്ഞു. 3 പേരും കൂടി അപ്പൊ മിന്നു ചിഞ്ചു ദീപു അല്ലെ 3 പേരാണ് കൂട്ടുകാർ അല്ലെ 3 പേര്. മിന്നു ചിഞ്ചു ദീപു മരത്തിന് മുകളിൽ കയറി. കൂട് മരത്തിന് മുകളിൽ വെച്ചു. ഇതെല്ലാം കണ്ടു നിന്ന അമ്മക്കിളിക്ക് സന്തോഷമായി. തന്റെ കുഞ്ഞിനെയും കൂടിനെയും ഒക്കെ തിരിച്ചു കിട്ടി. അപ്പൊ എന്തായി? അമ്മക്ക് സന്തോഷമായി അല്ലേ? എന്ത് പറഞ്ഞു? അത് കൂട്ടിലേക്ക് പറന്നു. അമ്മ അടുത്തെത്തിയപ്പോൾ കുഞ്ഞിക്കിളി സന്തോഷത്തോടെ കയ്യും കൊക്കും പുറത്തിട്ടു അല്ലെ? അമ്മേനെ കാണുമ്പോ കുഞ്ഞിക്കിളിക്ക് സന്തോഷമായി. ദീപുവിനും കൂട്ടുകാർക്കും നേരെ കൈ വീശിക്കൊണ്ട് കുഞ്ഞിക്കിളി പറഞ്ഞു. എന്ത്? ടാറ്റ. അല്ലെ? കഥ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും? ഇഷ്ടായോ? ആ ടാറ്റ പറയുന്നുണ്ടല്ലോ അല്ലെ? ഒന്നുകൂടി വായിക്കാം, നോക്കണേ മക്കളെ. നേരം പരവരാ വെളുത്തു. കണ്ണു തുറന്നതും കുഞ്ഞിക്കിളിക്ക് വിശക്കാൻ തുടങ്ങി. അമ്മേ വേഗം എനിക്ക് എന്തെങ്കിലും ആഹാരം താ, ഞാനിപ്പോ വിശന്ന് ചാകും. പറഞ്ഞത് ഓർമ്മിക്കണേ. കുഞ്ഞിക്കിളി കരയാൻ തുടങ്ങി. മോള് കരയണ്ടാട്ടോ, അമ്മ ഇപ്പൊ തന്നെ പുറത്തു പോയി ആഹാരം കൊണ്ടുവരാം. പുറത്തു പോകാൻ ഒരുങ്ങുന്നതിനിടെ അമ്മക്കിളി പറഞ്ഞു. അപ്പൊ ഇന്നും ഞാൻ കൂട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കാനോ? കുഞ്ഞിക്കിളി ചോദിച്ചു. മോള് പേടിക്കാതെ, അമ്മ വേഗം ഇങ്ങ് വരും, അമ്മക്കിളി സമാധാനിപ്പിച്ചു. അമ്മക്കിളി പറന്നു പോകുന്നത് കുഞ്ഞിക്കിളി നോക്കി നിന്നു. അവൾ കൊക്കിനോടൊപ്പം കയ്യും പുറത്തിട്ട് അമ്മക്കിളിക്ക് നേരെ കൈ വീശി കാണിച്ചു. എന്ത്? ടാറ്റ. ആ സമയത്താണ് കുസൃതിക്കുട്ടികളായ ദീപവും കൂട്ടുകാരും അരയാലിനെ ചുവട്ടിലെത്തിയത്. നോക്കടാ, ആ കൂട്ടിൽ നിന്നും ഒരു കിളി പറന്നു പോകുന്നു, ചിഞ്ചു മുകളിലേക്ക് നോക്കി പറഞ്ഞു. കൂട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കിയ മിന്നു വിളിച്ചു കൂവി. ആ കൂട്ടിൽ ഒരു കിളി കൂടിയുണ്ട്, അതിന്റെ കൊക്ക് പുറത്ത് കാണുന്നു. അല്ലേ? ആ കൂട്ടിൽ ഒരു കിളി കൂടിയുണ്ട്, അതിന്റെ കൊക്ക് പുറത്ത് കാണുന്നു എന്ന് പറഞ്ഞു. അല്ലേ? നമുക്കതിനെ പിടിച്ചാലോ? ചിഞ്ചു ചോദിച്ചു. ഞാൻ അരയാലിൽ കയറി അതിനെ പിടിക്കാം. പറഞ്ഞു കഴിഞ്ഞതും
ദീപു അരയാലിന് മുകളിലെത്തി. കുസൃതി കൈകൊണ്ട് കൂട് അടർത്തിയെടുത്ത് അവൻ താഴെ ഇറങ്ങി. കുഞ്ഞിക്കിളിച്ച് പേടിച്ചു വിറച്ച് കരയാൻ തുടങ്ങി. കിളിക്കൂടുമായി ദീപുവും കൂട്ടുകാരും വീട്ടിലെത്തി. ആ സമയത്താണ് അമ്മക്കിളി ആഹാരവുമായി തിരിച്ചെത്തിയത്. അമ്മക്കിളി നോക്കുമ്പോൾ കൂടുമില്ല, കുഞ്ഞുമില്ല. അമ്മക്കിളി മോളെ വിളിച്ച് നെഞ്ചിലിടിച്ച് കരഞ്ഞു. പാത്രമെടുക്കാൻ മുറ്റത്തിറങ്ങിയ അമ്മ ദീപുവിനെയും കൂട്ടുകാരെയും കണ്ടു. അവർ എന്തോ ഒളിച്ചു വെക്കാൻ നോക്കുന്നതായി അമ്മയ്ക്ക് തോന്നി. എന്തടാ അത്? അമ്മ ചോദിച്ചു. അത് ഒന്നുമില്ല, ദീപു പറഞ്ഞു. അമ്മ അടുത്തു വന്നു. ഓഹോ, ഒരു കിളിക്കൂടോ? കിളിയുമുണ്ടല്ലോ ദീപു, ഇതിനെവിടുന്നാ കിട്ടിയത്? ആ ആൽമരത്തിൽ നിന്ന്, ചിഞ്ചു പറഞ്ഞു. വേഗം പോയി അത് അവിടെ തന്നെ വെക്ക്, അമ്മ കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു. എന്തിനാ അമ്മേ? ഇത് ഞങ്ങൾക്ക് കളിക്കാനുള്ളതാ, ദീപു പതുക്കെ പറഞ്ഞു. ദീപു, നിന്നെ കാണാതായാൽ അമ്മയ്ക്ക് എത്ര വിഷമമുണ്ടാകും? അതുപോലെ തന്നെയാ അതിന്റെ അമ്മയും. അതിന്റെ അമ്മ അതിനെ തിരയുന്നുണ്ടാകും. ശരിയാ, നമുക്ക് അതിനെ അവിടെ തന്നെ വെക്കാം, മിന്നു പറഞ്ഞു. 3 പേരും കൂടി ആൽമരത്തിനടുത്തെത്തി. ദീപു മരത്തിന് മുകളിൽ കയറി. കൂട് മരത്തിന് മുകളിൽ വെച്ചു. ഇതെല്ലാം കണ്ടു നിന്ന അമ്മക്കിളിക്ക് സന്തോഷമായി. അത് കൂട്ടിലേക്ക് പറന്നു. അമ്മ അടുത്തെത്തിയപ്പോൾ കുഞ്ഞിക്കിളി സന്തോഷത്തോടെ കയ്യും കൊക്കും പുറത്തിട്ടു. ദീപുവിനും കൂട്ടുകാർക്കും നേരെ കൈവീശിക്കൊണ്ട് കുഞ്ഞിക്കിളി പറഞ്ഞു, ടാറ്റാ. ഓക്കെ, ഒന്നുകൂടി വായിക്കാം. ഇനിയിപ്പോ ഒരു പാരഗ്രാഫ് ആയിട്ട് കുറച്ച് കേട്ടോ. പഠിക്കുന്നുണ്ടോ നിങ്ങള് കഥ? എല്ലാരും കൂടെ ശ്രദ്ധിച്ചേ. നേരം പരവരാ വെളുത്തു. പറഞ്ഞേ, നേരം. മിസ്സിന്റെ കൂടെ വായിച്ചോ. നേരം പരവരാ വെളുത്തു. ഓക്കെ, സേ ലൗഡ്ലി. ഒച്ചത്തിൽ നിങ്ങൾ പറയുന്നുണ്ടോ? ഓക്കെ. നേരം പരവരാ വെളുത്തു. നേരം പരവരാ വെളുത്തു. കണ്ണു തുറന്നതും കുഞ്ഞിക്കിളിക്ക് വിശക്കാൻ തുടങ്ങി. കണ്ണു തുറന്നതും കുഞ്ഞിക്കിളിക്ക് വിശക്കാൻ തുടങ്ങി. അമ്മേ, വേഗം എനിക്കെന്തെങ്കിലും ആഹാരം താ. അമ്മേ, വായിച്ചു നോക്കിയേ. വേഗം എനിക്കെന്തെങ്കിലും ആഹാരം താ. ഞാനിപ്പോ വിശന്ന് ചാകും. കുഞ്ഞിക്കിളി കരയാൻ തുടങ്ങി. അത്ര വരെ മനസ്സിലായോ എല്ലാവർക്കും? എന്താണ് ആദ്യം? നേരം പരവരാ വെളുത്തു. കണ്ണു തുറന്നതും കണ്ണു തുറന്നതും കുഞ്ഞിക്കിളിക്ക് വിശക്കാൻ തുടങ്ങി. അമ്മേ, വേഗം എനിക്ക് എന്തെങ്കിലും ആഹാരം താ. ഞാനിപ്പോ വിശന്ന് ചാകും. കുഞ്ഞിക്കിളി കരയാൻ തുടങ്ങി. ഓക്കെ, മിസ്സിനോട് എത്ര പേര് വായിക്കുന്നുണ്ട്? ആരും വായിക്കുന്നില്ലല്ലോ. ഉണ്ടോ ശ്രീഷ്ണ? അർജുൻ വായിക്കുന്നുണ്ടോ? അർജുൻ ഉണ്ടോ? ഓക്കെ, ആദൽ സിറിൽ വായിക്കുന്നുണ്ടോ? അപ്പൊ നേരം പരവരാ വെളുത്തു. കണ്ണു തുറന്നതും കുഞ്ഞിക്കിളിക്ക് വിശക്കാൻ തുടങ്ങി. അമ്മേ, വേഗം എനിക്ക് എന്തെങ്കിലും ആഹാരം താ. ഞാനിപ്പോ വിശന്ന് ചാകും. കുഞ്ഞിക്കിളി കരയാൻ തുടങ്ങി. അല്ലേ? മോള് കരയണ്ടാട്ടോ. എന്താ അമ്മ പറഞ്ഞത്? മോള് കരയണ്ടാട്ടോ, അമ്മ ഇപ്പോ തന്നെ പുറത്തുപോയി ആഹാരം കൊണ്ടുവരാം. പുറത്തു പോകാൻ ഒരുങ്ങുന്നതിനിടെ അമ്മക്കിളി പറഞ്ഞു. അപ്പൊ ഇന്നും ഞാൻ കൂട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കാനോ? കുഞ്ഞിക്കിളി ചോദിച്ചു. മോള് പേടിക്കാതെ, അമ്മ വേഗം ഇങ്ങ് വരും, അമ്മക്കിളി സമാധാനിപ്പിച്ചു. അമ്മക്കിളി പറന്നു പോകുന്നത് കുഞ്ഞിക്കിളി നോക്കി നിന്നു. അവൾ കൊക്കിനോടൊപ്പം കയ്യും പുറത്തിട്ട് അമ്മക്കിളിക്ക് നേരെ കൈ വീശി കാണിച്ചു. ടാറ്റ. ആ സമയത്താണ് കുസൃതിക്കുട്ടികളായ ദീപുവും കൂട്ടുകാരും അരയാലിന് ചുവട്ടിലെത്തിയത്. നോക്കടാ, ആ കൂട്ടിൽ നിന്നും ഒരു കിളി പറന്നു പോകുന്നു. നോക്കടാ, ആ കൂട്ടിൽ നിന്നും ഒരു കിളി പറന്നു പോകുന്നു. ചിഞ്ചു മുകളിലേക്ക് നോക്കി പറഞ്ഞു.
കൂട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കിയ മിന്നു വിളിച്ചു കൂവി. കൂട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കിയ മിന്നു വിളിച്ചു കൂവി. ആ കൂട്ടിൽ ഒരു കിളി കൂടിയുണ്ട്. അതിന്റെ കൊക്ക് പുറത്ത് കാണുന്നു. ആ കൂട്ടിൽ ഒരു കിളി കൂടിയുണ്ട്. അതിന്റെ കൊക്ക് പുറത്ത് കാണുന്നു. നമുക്കതിനെ പിടിച്ചാലോ? ചിഞ്ചു ചോദിച്ചു. എന്താ ചോദിച്ചത്? നമുക്കതിനെ പിടിച്ചാലോ? ചിഞ്ചു ചോദിച്ചു. ഞാൻ അരയാലിൽ കയറി അതിനെ പിടിക്കാം. അല്ലെ, എന്താ പറഞ്ഞിരുന്നരം ദീപു? ഞാൻ അരയാലിൽ കയറി അതിനെ പിടിക്കാം. പറഞ്ഞു കഴിഞ്ഞതും ദീപു അരയാലിന്റെ മുകളിലേക്ക് കയറി. അല്ലെ, അപ്പൊ കുസൃതി കൈ കൊണ്ട് കൂടടർത്തിയെടുത്ത് അവൻ താഴെ ഇറങ്ങി. കുഞ്ഞിക്കിളി പേടിച്ച് വിറച്ച് കരയാൻ തുടങ്ങി. അല്ലെ, കുഞ്ഞിക്കിളിക്ക് പേടിയായത് എന്തുകൊണ്ടാ? ദീപു കൂടടക്കം പറിച്ചെടുത്തു. അല്ലേ? കിളിക്കൂടുമായി ദീപുവും കൂട്ടുകാരും വീട്ടിലെത്തി. ആ സമയത്താണ് അമ്മക്കിളി ആഹാരവുമായി തിരിച്ചെത്തിയത്. അമ്മക്കിളി നോക്കുമ്പോൾ കൂടുമില്ല, കുഞ്ഞുമില്ല. അമ്മക്കിളി മോളെ വിളിച്ച് നെഞ്ചിലിടിച്ച് കരഞ്ഞു. പാത്രമെടുക്കാൻ മുറ്റത്തിറങ്ങിയ അമ്മ ദീപുവിനെയും കൂട്ടുകാരെയും കണ്ടു. അല്ലെ, മുറ്റത്ത് പാത്രം എടുക്കാൻ ഇറങ്ങിയ അമ്മ എന്ത് ചെയ്തു? ദീപുവിനെയും കൂട്ടുകാരെയും കണ്ടു. അവരെന്തോ ഒരു കള്ളക്കളി കണ്ട സമയത്ത് അവര് ശ്രദ്ധിച്ചു. അല്ലെ, എന്നിട്ട് എന്ത് പറഞ്ഞു? എന്തോ ഒളിച്ചു വെക്കാൻ നോക്കുന്നതായി അമ്മയ്ക്ക് തോന്നി. എന്താടാ അത്? അമ്മ ചോദിച്ചു. അത് ഒന്നുമില്ല, ദീപു പറഞ്ഞു. അമ്മ അടുത്തു വന്നു. ഓഹോ, ഒരു കിളിക്കൂടോ? കിളിയുണ്ടല്ലോ ദീപു, ഇതിനെ എവിടുന്നാ കിട്ടിയത് എന്ന് ചോദിച്ചു. ഓ, ആ ആൽമരത്തിൽ നിന്ന്, ചിഞ്ചു പറഞ്ഞു. വേഗം പോയി അത് അവിടെ തന്നെ വെക്ക്, അമ്മ കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു. എന്തിനാ അമ്മേ? ഇത് ഞങ്ങൾക്ക് കളിക്കാനുള്ളതാ, ദീപു പതുക്കെ പറഞ്ഞു. ദീപു, നിന്നെ കാണാതായാൽ അമ്മയ്ക്ക് എത്ര വിഷമമുണ്ടാവും എന്ന് ചോദിച്ചു. അല്ലെ, അതുപോലെ തന്നെയാ അതിന്റെ അമ്മയും. അതിന്റെ അമ്മ അതിനെ തിരയുന്നുണ്ടാവും. അപ്പൊ നമ്മളിനി എന്ത് ചെയ്യണം? കിളിക്കുഞ്ഞുങ്ങളും കൂടും ഒക്കെ കാണുമ്പോൾ അത് പൊട്ടിച്ച് കളയരുതോ, ഒന്നും ചെയ്യാൻ പാടില്ല. അല്ലെ? ഓക്കെ, അപ്പൊ മനുഷ്യരെ പോലെ തന്നെ നമ്മള് കിളികളെയും ഒക്കെ സ്നേഹിക്കണം. അല്ലെ, ഉപദ്രവിക്കരുത്. ഓക്കെ, ശരിയാ, നമുക്ക് അതിനെ അവിടെ തന്നെ വെക്കാം എന്ന് പറഞ്ഞു. 3 പേരും കൂടി ആൽമരത്തിനടുത്തെത്തി. ദീപു മരത്തിന് മുകളിൽ കയറി, കൂട് മരത്തിന് മുകളിൽ വെച്ചു. ഇതെല്ലാം കണ്ടു നിന്ന അമ്മക്കിളിക്ക് സന്തോഷമായി. അത് കൂട്ടിലേക്ക് പറന്നു. അമ്മ അടുത്തെത്തിയപ്പോൾ കുഞ്ഞിക്കിളി സന്തോഷത്തോടെ കയ്യും കൊക്കും പുറത്തിട്ടു. ദീപുവിനും കൂട്ടുകാർക്കും നേരെ കൈ വീശിക്കൊണ്ട് കുഞ്ഞിക്കിളി പറഞ്ഞുണ്ട് ടാറ്റ. അല്ലേ? ഓക്കെ, കഥ മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ ഇന്നത്തെ അക്ഷരദീപത്തിൽ ഏതാ ഹോംവർക്ക് എഴുതുക നിങ്ങള്? എവിടെ വരെ എത്തി മക്കളെ? ഒരു അക്ഷരദീപം ബുക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇഷാൻ, ഏതാ ഇഷാൻ അത്? ഒന്ന് വായിച്ചേ മോനേത്. ആന, ആമ, പാത, പാല. ഓക്കെ, അപ്പോ നിങ്ങൾ ഹോംവർക്ക് എവിടം വരെ എത്തിയ അക്ഷരദീപത്തിൽ എല്ലാ മക്കൾക്കും അതന്നെയാണോ പേജ്? ആന, നമ്മൾ ആ എന്ന അക്ഷരം പഠിച്ചാണ്, നായും പഠിച്ചാണ്. അല്ലെ? ആന, ആമ, ആമ. പിന്നേതാ? ആന, ആമ, പിന്നേതാ മോനെ? പാത, പാല. അതെ അല്ലേ? അപ്പൊ ആന എന്നല്ലേ എഴുതാൻ നിങ്ങൾക്ക് അറിയാലോ മക്കളെ. ആയു അറിയാ അല്ലേ? അറിയില്ലേ? ഓക്കെ, അല്ലേ? ആന, ആയും നായും. ആമ, അല്ലേ? തറ മുതലാണെന്ന് തോന്നുന്നു അതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലേ? അക്ഷരങ്ങൾ വരുന്നത് അല്ലെ, 2 വേർഡ്സുകൾ വരുന്ന അങ്ങനല്ലേ ഇഷാനെ? തറ മുതലല്ലേ ഉണ്ടായത്? ഓക്കെ, പദ, പന. അല്ലെ? നസീം വരക്കരുത് ഇവിടെ. ഓക്കെ, അപ്പോ അക്ഷരങ്ങളെ മക്കൾക്ക് അറിയുന്നല്ലേ? അല്ലേ? പായു അറിയാ,
സ്വരാക്ഷരങ്ങളും അറിയാം വ്യഞ്ജനാക്ഷരങ്ങളും അറിയാം. അപ്പോ ആന ഇതില് ആ സ്വരാക്ഷരങ്ങളും ന അല്ലെ വ്യഞ്ജനാക്ഷരങ്ങൾ. ഓക്കെ, അപ്പൊ ഇതിങ്ങനത്തെ കൂട്ടി എഴുതാൻ അറിയാലോ, മിസ് എഴുതി കാണിക്കാതെ തന്നെ അറിയാലോ നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യുക, ഓരോ ദിവസവും ഓരോ പേജിൽ എഴുതണം കേട്ടോ. 3 എണ്ണം വെച്ച് എത്രയാ ഉള്ളത് ചോദിച്ചാ പേജ് എഴുതിക്കോട്ടോ ഇനി. ഓക്കെ, എല്ലാവരും എഴുതൂലേ? അതുപോലെ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും മറക്കാതെ എഴുതണേ. പിന്നെ നമ്മൾ പഠിച്ചത് ചിഹ്നങ്ങളാണ് അല്ലെ. ചിഹ്നങ്ങൾ ഏതൊക്കെയാണ്? ആദ്യത്തെ ആ എന്ന ചിഹ്നം ഏതാണ്? എഴുതി നോക്കിയ എല്ലാവരും. ഓർമ്മയുണ്ടോ ചിഹ്നങ്ങള്? ഓക്കെ, ഓർമ്മയുണ്ട് അല്ലെ. ആ എന്ന ചിഹ്നം ഏതാ? ആ അല്ലെ, ഇതല്ലേ ആ എന്ന ചിഹ്നം. ഏത് അക്ഷരത്തിന്റെ കൂടെയും ഈ ചിഹ്നം യൂസ് ചെയ്യാല് ആ എന്ന ഉച്ചാരണം വരും. കായാണെങ്കിൽ കാ, മായാണെങ്കിലോ മാ, വായാണെങ്കിൽ എന്താ വരുവോ സർഗ? വാന്ന് വരും അല്ലേ മോളെ? നായാണെങ്കിലോ തായാണെങ്കിൽ താ അല്ലേ? ഓക്കെ, അങ്ങനെയാണ് വരുക. നെക്സ്റ്റ് വൺ എന്താണ് ചിഹ്നം അടുത്തത് നമ്മളത്? ആ ഇ അല്ലെ. ഈ എങ്ങനെയാ ചിഹ്നം? ഇ. ഓക്കെ, ഇ അല്ലെ. ഏത് അക്ഷരത്തിന്റെ കൂടെയും ഈ ചിഹ്നം എന്ത് വായിക്കും? ഈ വള്ളി ഇട്ടാല് തായാണെങ്കിൽ തീ, കായാണെങ്കിൽ എന്താ സമജ്ഞ? കായാണെങ്കിൽ എന്ത് വായിക്കും സമജ്ഞ? മായാണെങ്കിലോ അല്ലേ? ക്രിസ്റ്റോ മനസ്സിലായില്ലേ മോനെ? നെക്സ്റ്റ് വൺ ഏതാണ്? ഈ അല്ലേ, ചുരുക്ക് വള്ളി. ഓക്കെ, ഈ എന്നാണ് അടുത്ത ചിഹ്നം. ഓ എത്തിയോ, അവിടെ എത്തിയോ? ഓക്കെ, അക്ഷരദീപം എഴുതാതിരിക്കല്ലേ, എല്ലാ മക്കളും എഴുതണേ കേട്ടോ. അപ്പൊ ഇതിന്റെ ഈ ചിഹ്നത്തിന്റെ കൂടെ വായുടെ കൂടെ ഈ ചിഹ്നം എന്താ വായിക്കോ ക്രിസ്റ്റോ? മായാണെങ്കിലോ മീ അല്ലേ. തായാണെങ്കിലോ തീ അല്ലേ. കായാണെങ്കിൽ തീ. ഓക്കെ, നെക്സ്റ്റ് വൺ ഏതാ? നെക്സ്റ്റ് ഏതാ ചിഹ്നം വരുവാ? അല്ല ഓക്കെ, അല്ലേ. നെക്സ്റ്റ് ചിഹ്നം ഏതാണ്? അപ്പൊ വായാണെങ്കിൽ വു, മായാണെങ്കിൽ മു, തായാണെങ്കിൽ തു അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ഏതാ? ഓക്കെ, അപ്പോ കാക്കാന്ന് എഴുതുമ്പോ കാ എഴുതിട്ട് ആ എന്ന ചിഹ്നം ഇടണം. കാക്കാന്ന് എഴുതുമ്പോ അല്ലെ. നെക്സ്റ്റ് മിനി അല്ലെ. എന്നൊക്കെ എഴുതുമ്പോ ഏതാണ്? മാ എഴുതി ഈ വള്ളി ഇടണം. രണ്ടാമത് വീണ എഴുതുമ്പോ വാ എഴുതി ഈ എന്ന ചിഹ്നം ഇടണം. വീണ. നെക്സ്റ്റ് അടുത്തേതാ? എന്ന ചിഹ്നത്തിൽ ഒരു വേർഡ്സ് പറഞ്ഞു, ഒരു വേർഡ് പറഞ്ഞേ. ഉപ്പ്. ചിഹ്നം വരണ്ടേ? ചിഹ്നം വരുമ്പോ ഏതാണ് ഒന്ന് പറഞ്ഞു. മിന്നു അല്ലേ. അല്ല ഊവാണ്, സോറി ഊ. ഏതാ? മുടി. ഓക്കെ, മുടി. മാക്ക് ഊച്ചിഹ്നം. പിന്നെ കുട്ടികൾ എഴുതുമ്പോ കാക്ക് ഊച്ചിഹ്നം ഇടണം അല്ലേ. പിന്നെയോ തുമ്പ, താക്ക് ഊച്ചിഹ്നം. തുമ്പ. നെക്സ്റ്റ് പറഞ്ഞേ, കുറെ വേർഡ്സ് അറിയാലോ നിങ്ങൾക്ക്. പറഞ്ഞേ ഏതൊക്കെയാണ് എന്ന ചിഹ്നം വരുന്നത്? പുര. ഓക്കെ, നുര. ഓക്കെ, ഗുഡ്.
ആമുന. ഓക്കെ പുര, ഓക്കെ, ഇഷ്ടം പോലെ അറിയാം അല്ലേ? അപ്പൊ ഈ ഒരു ചിഹ്നം ഇട്ടാല് നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ? നെക്സ്റ്റ് വൺ ഏതാണ്? ഏതാണ്? പൂവ്. പൂവ്, ആ, പൂരി, പൂരി, നൂല്, നൂല്. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് ഓക്കെ, അടുത്തേതാ? ഓക്കെ, സംഭവം മനസ്സിലായി അല്ലേ? അപ്പൊ ഇത്ര പോലെ ഇന്ന് ഓർമ്മിക്കണേ. അപ്പൊ എല്ലാ ദിവസവും നിങ്ങള് ഓക്കെ, പൂരം. ഓക്കെ, അപ്പോ ഇതുപോലെ ഓർമ്മിച്ച് വെക്കണം കേട്ടോ മക്കളെ. ചിഹ്നങ്ങൾ മറന്നു പോകരുതേ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കാം. ഓക്കെ, ഇന്ന് പഠിച്ച കഥയും ഓർമ്മിക്കണം അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ സമയം കഴിയാറായി. ഇനി 1 മിനിറ്റേ ഉള്ളൂ. ഓക്കെ, എല്ലാവർക്കും ബൈ. അപ്പൊ അടുത്ത ക്ലാസ് കാണാം. നമുക്ക് ഇന്നുണ്ടല്ലോ അല്ലെ നെക്സ്റ്റ് ക്ലാസ്? ഓക്കെ, അപ്പൊ ബൈ. അപ്പൊ നമുക്ക് ബാക്കി ചിഹ്നങ്ങളും കൂടെ അന്നേരം പഠിക്കാം കേട്ടോ. ഓക്കെ. ബൈ.